ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഐഷു രാവിലെ തന്നെ എണിച്ച് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇരിക്കുവാണ്, നിലത്തൊന്നും ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഇൻട്രോ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി വീഡിയോയിലോട്ട് പോവാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് മുരിങ്ങക്ക ഒരെണ്ണമാണ്, പിന്നെ ചേന ഒരു കാൽ ഭാഗമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചേമ്പും അതുപോലെ ഒന്ന് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബീൻസ്, ക്യാരറ്റ്, അമരപ്പയർ, നേന്ത്രക്കായ, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, വഴുതന, അതുപോലെ അച്ചിങ്ങ, കറിവേപ്പില, പച്ചമുളക്. ഇതെത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ നേന്ത്രക്കായൊക്കെ നല്ല പരുവത്തിൽ മൂത്തതായിരിക്കണം കേട്ടോ. ചേന, നേന്ത്രക്കായ ഒക്കെ എടുക്കുമ്പോൾ നല്ല മൂത്തതായി നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന മുരിങ്ങക്കോലും നല്ല ദശയുള്ളത് എടുത്ത് വെക്കണം. അതെല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കട്ടത്തൈരും കൂടി ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും അവിയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ സവാള മാത്രം ഉപയോഗിക്കാറില്ല കേട്ടോ. സവാളയും ബീട്രൂട്ടും ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറിയും ഞാൻ എടുക്കും കേട്ടോ ഇതുപോലെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറിയൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലുലുന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് അങ്ങ് തിരുമ്മി എടുത്തതാണ് കേട്ടോ. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അവിയലിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ നന്നായിട്ട് ചിരവി എടുത്തതാണ് കേട്ടോ. അതിനകത്തേക്ക് ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക, 2 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക, 2 വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ജീരകവും കൂടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒതുക്കിയെടുത്താൽ മതി കേട്ടോ, അരഞ്ഞ് ഒരുപാട് പോകണ്ട. വെള്ളം ചേർക്കാണ്ട് ഞാനൊന്ന് ഒതുക്കിയെടുക്കലാണ് പതിവ്. നിങ്ങളുടെ കയ്യിൽ ഇനി അമ്മിക്കല്ലൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ, ഒത്തിരി അങ്ങ് അരഞ്ഞ് പോകണ്ട. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയെ, നമുക്ക് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും കയ്യിൽ വെച്ച് ഒരുപാട് ഇളക്കി ഉടച്ചു കൊടുക്കരുത് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി ഞാൻ ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ തേങ്ങയും കൂടി ഒന്ന് കുക്കായി കിട്ടണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം കേട്ടോ. അതുവരെ തീ കുറച്ചിട്ടതിന് ശേഷം അടുപ്പത്ത് തന്നെ വെക്കുക. ഏറ്റവും നല്ലത് ഇതുപോലെ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഈ തൈരിന് പകരം പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ചേർക്കാറുണ്ട്. അങ്ങനെയും വെക്കാം കേട്ടോ അവിയല്. ഇപ്പം തൈരല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ മാങ്ങ ചേർത്താലും മതി. ജസ്റ്റ് ഒരു ചെറിയ പുളി കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ പുളി ഒരുപാടില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ ഈ അവിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ. അവിയലുണ്ടെങ്കിൽ വേറെ ഒന്നും കഴിക്കാൻ വേണ്ട, ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത്രയൊന്നും പച്ചക്കറി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ടാണെങ്കിൽ അവിയൽ ഉണ്ടാക്കാം കേട്ടോ. ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കൊത്തിയരിഞ്ഞ് അവിയലാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പിൻ്റെ പാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടിരിക്കുക. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തും പിടിക്കണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം കേട്ടോ ഈ പച്ചക്കറിയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം വെള്ളം വറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ചട്ടിയുടെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ചട്ടിയുടെ അടി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കരിച്ചൊവയാണ്. അതുകൊണ്ട് തീ കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അവിയൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 തണ്ട് പച്ച കറിവേപ്പിലയും കൂടി ഒന്ന് അതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്ന് അവിയലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഈ ഓണക്കാലത്ത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് കേട്ടോ ഇത്.
പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ടാറ്റാ.